പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കുന്ന എന്തിനാ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. സമാധാനത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കാൻ ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമുക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വിവാഹങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മളുടെ വിവാഹങ്ങൾ ആയില്ല എന്നാണ്. അല്ലാതെ അള്ളാഹു പറഞ്ഞത് തെറ്റാണെന്നാണോ? വമൻ അസ്തഖു മിനല്ലാഹി ഖീലാ. അള്ളാനെക്കാളും സത്യം പറയുന്ന ലോകത്താരാ ഉള്ളത്? വമൻ അസ്തഖു മിനല്ലാഹി ഹദീസാ. അള്ളാഹയെക്കാളും സത്യസന്ധമായ വർത്തമാനം പറയുന്ന ആരാ ഉള്ളത്? അല്ല പറഞ്ഞതിലല്ല, നമ്മൾ അല്ല പറഞ്ഞതുപോലെ വിവാഹം നടത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ വിവാഹത്തിന് വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർ ലക്ഷങ്ങൾ കൊടുത്ത് കോഴ്സുകൾ പഠിക്കുമ്പോൾ വിവാഹ ജീവിതം എന്തെന്നെ കുറിച്ച് പഠിക്കാൻ ഒരു 10,000-10,000 രൂപ വേണ്ടി വന്നാലും ആ കോഴ്സ് പഠിച്ചിട്ട് എന്താണ് വിവാഹ ജീവിതം എന്ന് പഠിച്ചിട്ട് വിവാഹം നടത്തിക്കലാണ്. എന്തവസ്ഥയിലേക്കാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്ന കോടതികളിൽ ഏറ്റവും വലിയ സെക്ഷൻ അത് കുടുംബ കോടതിയായി മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞ 4-ൽ 4-മതിനെ തള്ളിയിട്ട് ബാക്കിയുള്ള 3-നെയും പരിഗണിച്ചുകൊണ്ട് വിവാഹം നടന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഒരു വിവാഹത്തിന് ഞാൻ പങ്കെടുത്തു. ആ വിവാഹത്തിന് പങ്കെടുത്തപ്പോൾ ആ വരന്റെ ഭാഗത്തു നിന്ന് വന്ന ഉസ്താദ് പറയുകയാണ്, ഉസ്താദെ, ഞങ്ങളുടെ മഹല്ലിൽ വരന് കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കും വിവാഹത്തെ കുറിച്ച്. അതിനുശേഷമാണ് വിവാഹത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാറ്. ഞാൻ ചോദിച്ചു, ഉസ്താദെ, ആ ക്ലാസ് കൊടുത്തപ്പോൾ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ ഈ വിവാഹവും പള്ളിയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞുകൂടായിരുന്നോ? ആ വിവാഹം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പറഞ്ഞു തരാം, ആദ്യത്തെ വിവാഹം നടന്നത് സ്വർഗലോകത്താണ്. അതുകൊണ്ട് ഭൂമിയിലെ സ്വർഗമാകുന്ന പള്ളിയിൽ നടക്കേണ്ട വിവാഹങ്ങൾ അല്ലേ? ഏതെങ്കിലും ക്രൈസ്തവന്റെ വിവാഹം ഈ കാണുന്ന ഓഡിറ്റോറിയത്തിലോ തിയേറ്ററിലോ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവന്റെ വിവാഹം, ഏതെങ്കിലും ഹൈന്ദവന്റെ വിവാഹം നടന്നിട്ടുണ്ടോ? അവർക്ക് അവിടെ അമ്പലത്തിൽ നടന്ന ശേഷം റിസപ്ഷൻ മാത്രമായിരിക്കും ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുള്ളതെങ്കിൽ കല്യാണങ്ങൾ അങ്ങാടിച്ചന്തയിൽ നടക്കുന്നത് പോലെ ഓഡിറ്റോറിയങ്ങളിലും അതുപോലെ തിയേറ്ററുകളിലും വിവാഹ ജീവിതം മനുഷ്യന്റെ പൊതുജീവിതത്തിന്റെ പുതുമോടിയെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്നത് എവിടെയാ? ആ വിവാഹത്തിൽ തന്നെ ഫ്രണ്ടിൽ അരനിരുന്നത് എങ്ങനെയാ? ഫ്രണ്ടിൽ നിന്നത് പെണ്ണുങ്ങൾ. എങ്ങനത്തെ പെണ്ണുങ്ങൾ? ഉടുത്തുണിക്ക് ദാരിദ്ര്യം പിടിച്ച വിഭാഗം അങ്ങനത്തെ പെണ്ണുങ്ങളായിരുന്നു മുൻനിരയിലിരുന്നത്. ഇവിടെ വെച്ചാണ് ഈ വാപ്പ പെണ്ണിന്റെ വാപ്പ ചെറുക്കന്റെ കൈ പിടിച്ചിട്ട് സൗവജത്തുക്ക. ഈ മഹല്ലത്തിൽ ഈ സ്ഥലത്ത് വെച്ചാണ് ബാറക്കല്ലാഹു ലക്കുമ ദുആ ചെയ്യാൻ റഹ്മത്തിന്റെ ഒരു മാലാകമാർ പോലും ഇല്ലാത്ത പൈശാചികമാകുന്ന സങ്കേതത്തിൽ പൊതുജീവിതത്തിന്റെ തുടക്കം പിടിച്ചു കൊടുത്തിട്ട് സമാധാനം വേണമെന്ന് പറഞ്ഞാൽ പൊന്നു സഹോദര, സമാധാനം കുടുംബജീവിതത്തിൽ കിട്ടൂല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, സമാധാനത്തിന് വേണ്ടിയാണ് വിവാഹം നടത്താൻ പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയാണ്. ആ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നമുക്ക് അള്ളാഹുവിന്റെ റസൂലും ഖുർആനും പറഞ്ഞിടത്തേക്ക് നമ്മുടെ വിവാഹങ്ങൾ നടക്കാത്തത് കൊണ്ടാണ്. ഇതെല്ലാം ദുനിയാവിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പഠനങ്ങൾക്ക് പൈസകൾ ചെലവ് ചെയ്യുമ്പോൾ വന്നു കയറിയാൽ മരണത്തോടു കൂടി മാത്രം വിട്ടുപിരിയുന്ന ആ ഒരു ജീവിത വ്യവസ്ഥതയെ കുറിച്ച് പഠിക്കാൻ കുറച്ച് കാശ് മുടക്കുന്നതൊന്നും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ചില ആൾക്കാർ പള്ളിയിലേക്ക് കയറാത്തത് നിസ്കാരം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതിന്റെ പേരിലാണ്. അഊദുബില്ല. അള്ളാഹു അവർക്കൊക്കെ പഠിക്കാനുള്ള മനസ്സോടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ പള്ളിയിൽ കയറാത്തവരുണ്ട്. വിവാഹ ജീവിതം പെയിന്റ് അടിക്കാൻ പോകുന്നു. പെയിന്റ് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ പെയിന്റ് അടിച്ച് എങ്ങനെ ഇരിക്കും? വീട്ടിൽ പെയിന്റ് അടിക്കാൻ വിളിച്ചു, പെയിന്റ് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവനും പെയിന്റ് അടിച്ച് എങ്ങനെ ഇരിക്കും? ഇതുപോലെയാ വിവാഹം എന്തെന്ന് അറിഞ്ഞുകൂടാത്തവൻ പെണ്ണേട്ടിയാൽ ഇതേ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് വിവാഹം എന്താണെന്നും കുടുംബജീവിതം എന്താണെന്നും
നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. ഈ മേഖലയിൽ പ്രത്യേകിച്ച് വിവാഹ അന്വേഷണങ്ങൾ വരുമ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ആ മേഖലയിൽ നല്ല സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വിവാഹം നിലനിൽക്കേണ്ടത് ആവശ്യമാണല്ലോ. എന്തിനാണ് അവർ പരസ്പരം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പരസ്പരം കാണണമെന്ന് പറഞ്ഞു. എന്തിനാ? ഒരു സഹാബി വിവാഹ ആലോചനയുമായി വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തിനായി തയ്യാറെടുത്തൊരു സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ആ പെണ്ണിനെ കണ്ടോ? സഹാബി പറഞ്ഞു, ഇല്ല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൻളുർ ഇലൈഹാ ഫഇന്നഹു അഹ്റാ അൻ യുദമ ബൈനകുമാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പോയി നീ ആ പെണ്ണിനെ കാണണം. ഉൻളുർ ഇലൈഹാ ഫഇന്നഹു അഹ്റാ അൻ യുദമ ബൈനകുമാ, നിങ്ങൾ രണ്ടുപേർക്കിടയിലുള്ള സ്നേഹബന്ധം ഊഷ്മളമായി തീരാൻ, മധുരകരമായി നിലനിൽക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്ന യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാൽ തന്നെ അതിൽ സൂക്ഷ്മത നന്നായി പാലിക്കണം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വിവാഹാലോചനയുമായി അതൊരന്വേഷണവുമായി ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ സമീപിക്കുമ്പോൾ അത് നിങ്ങൾ കുടുംബ വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അയൽവക്ക വൈരാഗ്യത്തിന്റെ പേരിലോ എന്നോ ഉണ്ടായ പിണക്കത്തിന്റെ പേരിലോ ഈ കുടുംബത്തിലേക്ക് ചേർക്കുന്ന നല്ലൊരു പെണ്ണിനെ കിട്ടാൻ പാടില്ല, അവൻ സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള മോശമായ ദുരുദ്ദേശത്തോടുകൂടി നിങ്ങൾ ഒരാളെയും സമീപിക്കരുത്. അങ്ങനെ നിങ്ങൾ പറയരുത്. മറിച്ച് അത് അങ്ങനെ പറഞ്ഞാൽ ഗീബത്താണ്. മറിച്ചത് നസീഹത്ത് എന്ന നിലയ്ക്ക് ഒരു കുടുംബം വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഇസ്ലാമിൽ പൊതുവെ വഞ്ചന പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു കുടുംബം വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളതുപോലെ ഈ അന്വേഷിക്കപ്പെടുന്നവനും പറയണം. ഉള്ള കാര്യങ്ങൾ ഗുരുതരമാണെങ്കിൽ വീട്ടുകാരും പറയണം. മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണോ ആണോ ആണെങ്കിൽ ആ കാര്യം അവർ തുറന്നു പറയണം. അതുപോലെ ഭേദമാകാത്ത യാതെങ്കിലും രോഗത്തിന്റെ പേരിൽ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ ആ കാര്യം തുടർന്ന് പറയണം. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിന് കോട്ടം വരുന്ന അല്ലെങ്കിൽ സുഖമായ ജീവിതത്തിന് തകരാറ് സംഭവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. മക്കളെ വളർത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയണം. അതുപോലെ സ്വഭാവ ദൂഷ്യങ്ങൾ, അവൻ മയക്കുമരുന്നിന്റെ അടിമയാണ്, തുറന്നു പറയണം. അവൻ മദ്യപാനത്തിന്റെ അടിമയാണ്, തുറന്നു പറയണം. അവന് അവക്ക് വിട്ടുപിരിക്കാൻ പറ്റാത്ത യാതെങ്കിലും പ്രേമ കുരുക്കിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഇന്ന് വിവാഹം നടത്തി പാതിരാത്രിയിൽ തന്നെ ഒളിച്ചോടുന്ന എത്രയോ കഥകൾ, വിവാഹ സദസ്സിൽ നിന്ന് ഒളിച്ചോടുന്ന എത്രയോ കഥകൾ. അതുകൊണ്ട് വേർപെടുത്താൻ പറ്റാത്ത പ്രണയ കുരുക്കിൽ പെട്ടുപോയിട്ട് പറയണം. നിസ്കാരമില്ലാത്തവനാണെങ്കിൽ അത് തുറന്നു പറയണം. വിശുദ്ധ റമളാനിനെ ആദരിക്കാത്തവനാണ്, ബഹുമാനിക്കാത്തവനാണ്, തുറന്നു പറയണം. കാരണം അവന്റെ കുടുംബത്തിലേക്ക് ഒരു ദീനിയായ ഒരു പെണ്ണ് കടന്നു വന്നാൽ എത്രയോ പെണ്ണുങ്ങൾ ഉസ്താദെ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ കണ്ണീരൊലിപ്പിച്ച പെണ്ണുങ്ങളുണ്ട്. റമളാനിൽ പോലും റമളാനിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാത്തവന്മാർ. കാരണം എന്തേ? റമളാൻ എന്താണ്? റമളാന്റെ മഹത്വം എന്താണ്? റമളാനിന്റെ പോരിഷ എന്താണ്? റമളാനിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ഇസ്ലാം നടത്തുന്ന പണിഷ്മെന്റ് എന്താണ്? ഇതൊന്നും അറിഞ്ഞുകൂടാ. റമളാനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് തുറന്നു തന്നെ പറയണം. കാരണം അതൊരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ചതിക്കലാകും, വഞ്ചിക്കലാകും. നാം അതിന് കൂട്ടുനിൽക്കുന്നവരാകാൻ പാടില്ല. ഹബീബായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, രണ്ട് പുരുഷന്മാർ എനിക്ക് വിവാഹാലോചന നടത്തുന്നുണ്ട് നബിയെ. രണ്ട് പുരുഷന്മാർ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അതിൽ ഒരാൾ പിരടിയിൽ നിന്നും വടി താഴെ വെക്കാത്തവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഒന്നുകിൽ ഭാര്യമാരെ ഉപദ്രവിക്കുന്നവനാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവനാണ്. അവൻ്റെ സ്വഭാവം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ആളിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അയാള് തീരെ സാമ്പത്തികമില്ലാത്തവനാണ്. നീയാണെങ്കിലോ ഇത്രയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ വേണ്ട രീതിയിൽ നിർവഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, ഇത് അവർ ഒരു കണക്കിന് അവരെ കുറിച്ച് പറഞ്ഞത് ഗീബത്തല്ലേ. ഗീബത്ത് പറയൽ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. എത്രത്തോളം മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ചമാംസം, തന്റെ സഹോദരന്റെ പച്ചമാംസം എടുത്ത് കടിച്ച് തിന്നുന്നത് പോലെയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ലാ യഅ്തബഉകും ബഅല അയ്യുഹിബ്ബ അഹദുകും അൻ യഅകുല ലഹമ അഖീഹി മൈതൻ ഫകരിഹ്തുമു. ഒരു മനുഷ്യൻ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ചമാംസത്തെ എടുത്ത് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതിനെ നിങ്ങൾ വെറുക്കുന്നത് പോലെ ഗീബത്തിനെ നിങ്ങൾ വെറുക്കണമെന്ന് നബിയുനാ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇത് ഗീബത്തല്ലേ? ഇത് ഗീബത്തല്ല. ഇവിടെ ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. കാരണം ഒന്നായി ജീവിക്കേണ്ട കുടുംബത്തിൽ അങ്ങോട്ട് കയറി ചെന്നു 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ കാലാകാലം കണ്ണീരായി അതുപോലെ കയ്പ് നീര് കുടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആർക്കൊക്കെയോ വേണ്ടി ജീവിതത്തെ തള്ളി നീക്കി അവസാനം രണ്ടുപേരും പേർപിരിയുന്നൊരവസ്ഥയല്ല. മറിച്ച് ഇസ്ലാമിന്റെ ദാമ്പത്തിക ജീവിതം, ഒരു വിവാഹം